പ്രിയപ്പെട്ട മിസ്കിലെ സാരഥികളെ, നിങ്ങൾക്കൊക്കെ ഫിലിപ്പമ്പാടെ നന്ദിയും സ്നേഹമുണ്ട്. നിങ്ങളുടെ ണ്ട് ഫിലിപ്പമ്പാടാണ്. ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരിയുടെ മണ്ണിലാണ് ഉള്ളത്. ഇവിടെ പൂക്കാട്ടേരിയിൽ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളാഞ്ചേരിക്ക് ഒരു വലിയ സൗഭാഗ്യം വരാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഏതൊരു സ്ഥലത്തൊരു നല്ല സംരംഭം തുടങ്ങുമ്പം അതിൻ്റെ വാക്താക്കൾ ആ ദേശത്തുള്ളതും ആ പരിസരവാസികൾക്കൊക്കെയാണ് അനുഗ്രഹം കിട്ടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകൾ ഡിറ്റക്ഷൻ നടക്കുന്ന ഒരുപാട് കുട്ടികൾ കൗമാരക്കാരൊക്കെ അത് വിട്ടുപോകുന്നു. പല മാതാപിതാക്കളും ഈ മേഖലകളിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലരും സങ്കടങ്ങൾ പറയാറുണ്ട്. ഈ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ആശ്വാസം കൂടിയാണ്. കാരണം ഈ മേഖലകളിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഈ മേഖലയിൽ ഇന്ന് ഡി അഡിക്ഷൻ റിഹാബിലിറ്റേഷൻ സെൻ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിനകത്ത്. പക്ഷേ പലപ്പോഴും സാമ്പത്തികമായിട്ടും ഭാരം താങ്ങാൻ പറ്റാതെ പല മാതാപിതാക്കളും മക്കളെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. അവിടെയാണ് ഈ വളാഞ്ചേരിയിൽ പൂക്കാട്ടേരിയിൽ ഒരു പറ്റം നല്ല മനുഷ്യസ്നേഹികൾ ഒരു ചർച്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഏകദേശം കുറച്ച് ലാൻഡ് വാങ്ങുന്നു. ഇനി ഇത് തീർത്തും സൗജന്യമായിട്ട് നൽകപ്പെടുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രോജക്റ്റൊക്കെ വായിച്ചപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാനും ഈ പരിപാടിയിലേക്കൊന്ന് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നോക്കുമ്പോൾ വളാഞ്ചേരിയിൽ ഇവിടുത്തെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിവിധ രാഷ്ട്രീയ മേഖല ആളുകൾ എല്ലാവരും ഒരു മനസ്സോടുകൂടി ഇവിടെ ഈ ഒരു നന്മയ്ക്ക് വേണ്ടി ഇവിടെ നിലകൊള്ളുകയാണ്. തീർച്ചയായിട്ടും ഇതിന് വരുന്നതും നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥനയും കൂടെ ഈ സ്ഥാപനത്തിന് ഉണ്ടാവണം. കാരണം അവരെ പ്രോജക്റ്റ് വായിച്ചപ്പോൾ വല്ലാത്ത അഭിമാനവും സന്തോഷം തോന്നിയിട്ടാണ് ഇതിലേക്ക് ഞാനും വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് മമ്പാട് ഇങ്ങോട്ട് വന്നത്. പ്രത്യാശ എന്ന കൂട്ടായ്മ വളരെ വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ലഹരിക്കടിമപ്പെടുന്നവരെ ചേർത്ത് നിർത്തുക, അവരെ സംരക്ഷിക്കുക, അവർക്ക് ബോധവൽക്കരണം നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടക്കം ആണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുള്ള ഈ കൂട്ടായ്മയെ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഞാൻ സലീം മയ്യേരിയാണ്. എൻ്റെ വീട് പറഞ്ഞ് വളവന്നൂർ പഞ്ചായത്തിലാണ്. മിസ്ക് എന്നൊരു ടീമുണ്ട് ഞങ്ങൾക്ക്. മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബിൻ്റെ കീഴിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ബഷീറിനെ ഞാൻ ചെറുപ്പം മുതലേ അറിയും. ബഷീറിനെ പോലെ ഒരാൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വന്നതന്നെ നമുക്ക് വലിയൊരു ഉദാഹരണം, ഒരു തിരിച്ചറിവാണ്. കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഫിലിപ്പമ്പാടെ അടുത്തുള്ള അവർ പറഞ്ഞു വളരെ നല്ല സ്ഥലമാണെന്നില്ല. അപ്പോൾ ആ നല്ല സ്ഥലത്ത് ഒരുപാട് ലഹരിക്കടിമപ്പെട്ട ആളുകളെ മാറ്റിയെടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ ഇടയൂർ, പിന്നെ ഇരുമ്പുളിയം പഞ്ചായത്ത് ഒഴികെ ഞങ്ങളെ പഞ്ചായത്തും എല്ലാ ഈ നാട്ടിലായി ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ ഇത്തരം കേസിന് അടിമപ്പെടുന്ന എല്ലാവരെയും വിമുക്തമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഈ സ്ഥാപനത്തിനുണ്ടാവും. ഏറ്റവും സന്തോഷത്തോടു കൂടി മിസ്ക് മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബ് പുത്തനത്താണിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം, സാധാരണക്കാർക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിയെടുക്കുന്ന ഈ ക്ലബ്ബ് ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മിസ്കിലെ സാരഥികളെ, നിങ്ങൾക്കൊക്കെ ഫിലിപ്പമ്പാടെ നന്ദിയും സ്നേഹമുണ്ട്. നിങ്ങളുടെ ഇതേ ആറ്റിറ്റ്യൂഡ് വീണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവിധ സന്തോഷമുണ്ട്. ലഹരിക്കെതിരെയും അതുപോലെ തന്നെ ഈ നാട്ടിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. എല്ലാ ആശംസ അർപ്പിക്കുകയാണ്. താങ്ക് യു എവരിബഡി. ഫിലിപ്പമ്പാടെ.